കേരളത്തിന്റെ കായലുകൾ പ്രകൃതിയുടെ മാത്രമല്ല മനുഷ്യന്റെ വിസ്മയകരമായ കരവിരുതിന്റെയും തെളിവാണ്. 900 കിലോമീറ്ററിലധികം വ്യാപിച്ചുകിടക്കുന്ന കനാലുകൾ, തടാകങ്ങൾ, ലഗൂണുകൾ എന്നിവയുടെ ഈ സങ്കീർണ്ണ ശൃംഖല നൂറ്റാണ്ടുകളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ് ചീനവലകൾ. തീരത്തുനിന്ന് പ്രവർത്തിപ്പിക്കുന്ന ഈ വലിയ വലകൾ പുരാതനവും കാര്യക്ഷമവുമായ മത്സ്യബന്ധന രീതിയാണ്. ഉത്തോലനത്തിന്റെയും ലെവറേജ് സന്തുലിതാവസ്ഥയുടെയും ബാലൻസ് തന്ത്രപരമായ ഉപയോഗം ഇതിൽ വ്യക്തമാക്കുന്നു. കായൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പ് തന്നെ സൂക്ഷ്മമായ ജലപരിപാലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയാനും കൃഷിഭൂമി സംരക്ഷിക്കാനുമായി പുരാതനമായ ചിറകളും ബണ്ടുകളും അതീവ ശ്രദ്ധയോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് കാണുന്ന ഈ ലോക്ക് ഗേറ്റുകൾ ആധുനിക എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രധാന ഭാഗമാണ്. എന്നാൽ പഴയ കാലങ്ങളിൽ പോലും കായൽ ജലനിരപ്പ് നിയന്ത്രിക്കാനും ഉപ്പുവെള്ളം കയറാതെ കാക്കാനും കൃഷിക്ക് വെള്ളമെത്തിക്കാനും സമാനമായ ആശയങ്ങൾ ഉപയോഗിച്ചിരുന്നു. കാലത്തിനനുസരിച്ച് അവ പരിഷ്കരിച്ചാണ് ഈ ആധുനിക ലോക്ക് ഗേറ്റുകൾ രൂപകൽപ്പന ചെയ്തത്. കായൽ മേഖലയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിലും കൃഷിയെ സംരക്ഷിക്കുന്നതിലും ഇവ വലിയ പങ്കുവഹിക്കുന്നു. പ്രശസ്തമായ കെട്ടുവള്ളങ്ങൾ അഥവാ ഹൗസ് ബോട്ടുകൾ തനതായ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. പരമ്പരാഗതമായി ചരക്ക് കൊണ്ടുപോകാനായി ഉപയോഗിച്ചിരുന്ന ഈ വള്ളങ്ങൾ ഈ ആഴം കുറഞ്ഞതും പരസ്പരം ബന്ധിപ്പിച്ചതുമായ കായലുകളിലൂടെ സുഗമമായി സഞ്ചരിക്കുന്നതിനായി മികച്ച രീതിയിൽ ആഡംബര ഹോട്ടലുകളായി രൂപമാറ്റം വരുത്തിയിരിക്കുന്നു. വിശാലമായ കായൽ ശൃംഖലയ്ക്ക് കുറുകെ സമൂഹങ്ങളെ ബന്ധിപ്പിക്കാൻ ശ്രദ്ധേയമായ പാലം നിർമ്മാണം ആവശ്യമായിരുന്നു. വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളിൽ അടിത്തറ നിർമ്മിക്കുന്നതിന്റെ വെല്ലുവിളികളെ നേരിട്ടാണ് എഞ്ചിനീയർമാർക്ക് ഈ നിർമ്മിതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. കായൽ യാത്രയ്ക്ക് തടസ്സമില്ലാതെ വാസ്തുവിദ്യയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ടാണ് ഈ പാലങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുരാതനമായ ചിറകൾ മുതൽ ആധുനിക കപ്പൽ ഗതാഗത സംവിധാനങ്ങൾ വരെ കേരളത്തിലെ കായലുകൾക്ക് പിന്നിലെ എഞ്ചിനീയറിംഗ് അഡാപ്റ്റേഷൻ, നൂതന ത്വഞ്ചനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവയുടെ കഥയാണ്. മനുഷ്യന്റെ രൂപകൽപ്പനയും പ്രകൃതിയും ഒത്തുചേരുന്ന ഒരു ജീവനുള്ള ഭൂപ്രകൃതിയാണിത്.